കൃഷ്ണൻ ആ ഒരു പ്രായത്തിൽ സാധാരണ ഇന്നിപ്പോൾ ലോകത്തിൽ പലതും നടക്കുന്നുണ്ട്. 12 വയസ്സുകാരി, 10 വയസ്സുകാരി ഗർഭിണി, അത് വേറെ കാര്യം. സർവം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് അങ്ങേ വന്നതായ ഞങ്ങളെ തിരിച്ചയക്കരുതേ എന്നാണ് അവർ പറയുന്നത്. ഇതാ നേരിട്ട് അങ്ങേ പ്രാപിക്കാൻ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ അതിലെവിടെ ദുരുദ്ദേശം? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം ശരി. ഭഗവാൻ ശരിവെച്ചു, അംഗീകരിച്ചു, ഒപ്പിട്ടു. ഈശ്വരനാണെന്നൊക്കെ പറയാമെന്നില്ല, എന്നോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഓരോരോ സ്ത്രീകൾക്കും ചെറുതായിട്ട് കൃഷ്ണനെ ഒരു തോന്നൽ പാടില്ല. ഒരിക്കലും അങ്ങനെ ഭഗവാനെ കണ്ടാൽ എന്താ ഉണ്ടാവുക എന്ന് കാണിക്കുകയാണ്. ഒരു സ്ത്രീയെ കൃഷ്ണൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി. ശരി, അപ്പം നമ്മളൊന്നും കൃഷ്ണന് പോരാ, ആ സ്ത്രീയിലാണോ ഏറ്റവും ഇഷ്ടം? അപ്പം നമ്മളൊന്നും അത്ര ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിശേഷബുദ്ധി ഇല്ലാത്ത വൃക്ഷങ്ങൾക്ക്, ജീവികൾക്ക്, അതാണ് പശുക്കൾ അത് ചെവി ഓർത്ത് കേട്ടു. മാന് സംഗീതം ഇഷ്ടപ്പെടുന്നൊരു മൃഗമാണ്. ഈ പിടിക്കണ സംഗീതം വായിച്ചിട്ട് മാനിനെ ആകർഷിക്കും, എന്നിട്ട് അതിനെ വലയിൽ വെച്ച്. അപ്പോൾ ഈ ജീവികൾക്കും ഒക്കെ ആകർഷകമായിട്ട് ഈ ഓടക്കുഴൽ ഭഗവാൻ ഇങ്ങനെ കേൾപ്പിച്ചു എന്നാണ്. അപ്പോൾ 7 സ്വരങ്ങൾ, പിന്നെ ഇപ്പുറത്തെ ഒരു ഹോള് വേറെയാണ്, 9 സ്വരം, പലതും ഉണ്ട്. 7, 9 എന്നൊക്കെ പലരും പറയുന്നുണ്ട്. സംഗീതമായിട്ടുള്ള ആ ഒരു സാധാരണ 7 സ്വരങ്ങളാണല്ലോ, സരിഗമ പദനിസ 7 സ്വരങ്ങൾ. വളരെ നല്ല സംഗീതം കേട്ടപ്പോൾ ഈ ഗോപികൾ എല്ലാ പ്രവൃത്തികളും ആ ചെയ്ത അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരികയാണെന്നാണ്. കുട്ടികളെ നോക്കണവർ അത് ഉപേക്ഷിച്ചു, ഭക്ഷണം കൊടുക്കുന്നവർ അത് ഉപേക്ഷിച്ചു ഭർത്താക്കന്മാർക്ക്. പിന്നെ കുട്ടികളെ ഉറക്കണവർ കുട്ടികളുടെ അടുത്ത് തോളിൽ ഇട്ടു, കുട്ടികളെ എവിടെയോ കൊണ്ടേ കിടത്തി. കുട്ടികളായിട്ടല്ല വരുന്നത്, കുട്ടികളായാലും ആ ഉറക്കണ പ്രവൃത്തി നിർത്തി എന്നാണ് പറയുന്നത്. പശുവിനെ കറക്കണവർ അതവിടെ സ്റ്റോപ്പ് ചെയ്ത്. ഏത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അതൊക്കെ അവിടെ നിർത്തി സർവം മറന്ന് ഭഗവാന്റെ അടുത്ത് എത്തി. അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞു, ഈ രാത്രി സമയം നിങ്ങൾ എന്താണ് എൻ്റെ അടുത്ത് വരാനുള്ള കാരണം? സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കലാണല്ലോ ധർമ്മം. അവർ ചിലപ്പോൾ ധനമില്ലാത്തവരാവാം, സൗന്ദര്യം ഇല്ലാത്തവരാവാം, പ്രായം കൂടിയവരാവാം, അതുപോലെ എന്ത് ദോഷം ഉണ്ടെങ്കിലും സ്വഭാവശീലി, ദുശ്ശീലോ ദുർഭഗോ, ഭാഗ്യമില്ലാത്തവർ, ദുശ്ശീലന്മാർ, ഇതൊക്കെയാണെങ്കിലും സ്ത്രീകൾ അവരെ ഉപേക്ഷിക്കരുത്. അപ്പോൾ രാസക്രീഡയ്ക്ക് ഒരുങ്ങുന്നതായിട്ടുള്ള ഒരാൾ എന്തിനാണ് ഗോപികളോട് ഇങ്ങനെ പറഞ്ഞത് എന്നൊരു ചോദ്യം വരും. അതിന് പ്രമാണമുണ്ട്. അതായത് മഹാന്മാരുടെ വാക്കുകൾ എപ്പോഴും നമുക്ക് അനുകരിക്കാം. അനുകരിക്കത്തക്ക വാക്കുകളെ മഹാന്മാർ പറയുള്ളൂ. പ്രവൃത്തികൾ എപ്പോഴും അനുകരിക്കാൻ സാധിക്കില്ല, അനുകരിക്കാൻ പാടില്ല. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ പറയണ വാക്കും അവരുടെ പ്രവൃത്തികളും യോജിക്കാതെ ചിലപ്പോൾ വരും, എപ്പോഴും വരില്ല, ചിലപ്പോൾ. അത് ചില പ്രത്യേക ഉദ്ദേശത്താലായിരിക്കും മഹാന്മാർ ചെയ്യുന്നുണ്ടാവുക. അത് എന്തിനു ചെയ്തു എന്ന് മനസ്സിലാക്കാം, അല്ലാണ്ട് ആ ചെയ്തത് നമ്മൾ ചെയ്യരുത്. ഇത് വേദത്തിലും ശ്രുതിയിലും ഒക്കെ പറഞ്ഞ ഒരു പ്രധാന വാക്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരുടെ വാക്കുകൾ എപ്പോഴും നമുക്ക് കണ്ണടച്ച് അനുസരിക്കാം. പക്ഷേ വാക്കും പ്രവൃത്തിയും കൂടി ഇടഞ്ഞു വരികയാണെങ്കിൽ, എപ്പോഴെങ്കിലും അങ്ങനെ ഇടഞ്ഞു വരികയാണെങ്കിൽ അവിടെ നമ്മൾ പ്രവൃത്തി എടുക്കരുത്, വാക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഭഗവാൻ ചെയ്യാൻ പോണത് സാധാരണ ധർമ്മത്തിന് വിരോധമാണ്. പ്രവൃത്തി അതെടുക്കരുത്, വാക്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വാക്ക് അനുകൂലമായിട്ട് പറയണ്ടേ? അപ്പോൾ ഈ പറയണ വാക്ക് ഒരാളനുസരിച്ച് നോക്കൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കലും സ്നേഹിക്കലുമാണ് സ്ത്രീകളുടെ ധർമ്മം. എപ്പോഴും അനുസരിക്കാം, വല്ല ദോഷമുണ്ടോ? അപ്പോൾ ഈ ശ്രുതിവാക്യത്തെ സത്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വാക്യങ്ങൾ ദാസക്രീഡയ്ക്ക് മുമ്പേ പറഞ്ഞത്. അല്ലാണ്ട് വേറൊന്നിനും അവിടെ ഉദ്ദേശമൊന്നുമില്ല. ഇത് നാളെ ഒരു പ്രശ്നം വന്നാൽ വാക്കുകൾ സ്വീകരിച്ചോളൂ, പ്രവൃത്തികൾ എപ്പോഴും സ്വീകരിക്കണം എന്ന് എവിടെ പറഞ്ഞിട്ടില്ല. അതിന് ഉദാഹരണം ദാസക്രീഡ അവസാനം പറയുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പറയാം എന്തുകൊണ്ട് അനുസരിക്കാൻ പാടില്ല, എല്ലാ പ്രവൃത്തികളും അനുസരിക്കരുത് എന്ന് എന്താണ് പറയാൻ കാരണം എന്ന് ലാസ്റ്റിൽ പറയും. അപ്പോൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല, അപ്പോഴും പറയണ്ട, അപ്പോൾ പറയുകയാണ് കൂടുതൽ ശരി. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, അതുകൊണ്ട് രാത്രി എന്ന് പറയുന്നത് രാക്ഷസന്മാർ, ഘോര രൂപങ്ങൾ, അപകടങ്ങൾ, മൃഗങ്ങൾ ഒക്കെ നിറഞ്ഞതാണ്. സ്ത്രീകൾ ഇങ്ങനെ രാത്രി നടക്കരുത്, അതും അനുസരിക്കാം. വാക്കുകൾ ശരിയായി, അവിടെ എല്ലാവരും മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ വല്ലാതെ ദുഃഖിച്ചു. എന്നിട്ട് കുറേ ശ്ലോകങ്ങളുണ്ട്, അവരുടെ വാക്യങ്ങളും വളരെ പറയുകയാണെങ്കിൽ ഒരുപടി പറയാണ്ട്. ചുരുക്കിയിട്ട് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത്, സർവേശ്വര എല്ലാതും ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങേ ശുശ്രൂഷിക്കാനും സേവ ചെയ്യാനും വന്നിരിക്കണം. അങ്ങനത്തെ ഞങ്ങളോട് പോകാൻ വേണ്ടി പറയരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഭക്തിയുടെ ഭാവത്തിലാണ് അവർ വന്നിരിക്കുന്നത്. ഒരു ശൃംഗാര വേഷത്തിലോ ഭാവത്തിലോ
ജാരനോ പരപുരുഷനോ ആയിട്ട് കൃഷ്ണനെ കാണാനോ അല്ല അവർ വന്നിരിക്കുന്നത് എന്ന അവരുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഒരു ശ്ലോകം വിളിച്ചാൽ ത്രൈലോക്യ സൗഭഗമിതം, ഈ 3 ലോകത്തിലും വെച്ചിട്ട് സുന്ദരമായിട്ടുള്ളൊരു രൂപം അങ്ങേക്കേ ഉള്ളൂ. ഒരു സാധാരണ ആളെ പറ്റി അങ്ങനെ പറയാൻ പറ്റൂ? എത്രയോ ആളുകൾ സുന്ദരന്മാരുണ്ട്, നമ്മളെക്കാൾ സുന്ദരന്മാരുണ്ട്. അപ്പം അത് ഓരോ ശ്ലോകങ്ങളും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അതൊക്കെ ഈശ്വരൻ എന്ന നിലയ്ക്ക്. പിന്നെ പറയണു ലക്ഷ്മി ഭഗവതി ഏതൊരു ഭഗവാന്റെ അടുത്ത് നിന്ന് ഒരിക്കലും മാറുന്നില്ലയോ എന്ന് പറയണു. അപ്പോൾ ലക്ഷ്മി അവിടെ പത്നിയായിട്ടുണ്ട്. അങ്ങനത്തെ അങ്ങ് ഈശ്വരനാണ്. ആ ഈശ്വരനെ ദാസ്യഭാവത്തിൽ സേവിക്കാനും ഭജിക്കാനും ഞങ്ങൾ വന്നതാണ്. ആ ഞങ്ങളെ വീണ്ടും സംസാരത്തിലേക്ക് വിടരുത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം അവർ ഭക്തിയോട് കൂടിയിട്ട് കൃഷ്ണനെ കാണാനും കൃഷ്ണനോട് കൂടിയിട്ട് കഴിയാനും വന്നു എന്നല്ലാണ്ട് അവിടെ വേറെ തരത്തിലൊരു ബന്ധം അവർക്കുള്ളിലില്ല. പിന്നെ കൃഷ്ണൻ അന്ന് 7 വയസ്സ് പ്രായമായിട്ടുള്ളൂ. ഇവരൊക്കെ ഗൃഹസ്ഥകളാണ്, എത്രയോ പ്രായമുള്ളവരാ പലരും എന്നാണ് പറയുന്നത്. രാധയടക്കം. രാധ എന്നുള്ള പേര് ഭാഗവത്തിൽ പറയണില്ല, വേറെ എവിടേക്കോ പറയുന്നുണ്ടാവാം, അഷ്ടപതിയിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഇതിൽ പറയണില്ല. ഭാഗവതം ഗ്രന്ഥത്തിൽ രാധ എന്നുള്ള പേര് പറയില്ല. എല്ലാവർക്കും പ്രായമായിരിക്കണം. അപ്പോൾ എങ്ങനെ 7 വയസ്സായിട്ടുള്ളൊരു കുട്ടിക്ക് അത്രയും? പക്ഷെ നമ്മൾ രാധാകൃഷ്ണൻ എന്നല്ലേ, അതായത് രാധയും കൃഷ്ണനെയും ഒന്നിപ്പിച്ചല്ലേ പറയുന്നത്. അതൊക്കെ ഈ പറയുന്നതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ വന്നതാണ്. കൃഷ്ണന്റെ ഈ പ്രണയഭാവം ഏറ്റവും കൂടുതലും കൃഷ്ണനും രാധയിലാണ്. അങ്ങനെ ഒരു സ്ത്രീ എന്നതിൽ പറയുന്നുണ്ട്, പേര് പറയണില്ല എന്നുള്ളൂ. ഏതോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഇതിൽ വരുന്നുണ്ട്, ഒരു സ്ത്രീ. പക്ഷെ അത് പേരായിട്ട് രാധ ഇതിൽ വരുന്നില്ല എന്നാണ്. അത് പറഞ്ഞു വന്നപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു വരികയാണ് കഥകളെ. ഇതിലില്ല. പക്ഷെ അത് തെറ്റൊന്നുമില്ല, വലിയൊരു അപരാധമൊന്നും അല്ല അത്. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഇതിലില്ല, ഇത് പ്രസ്താവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവർക്ക് ആ ഒരു അങ്ങനെ ആ സ്ത്രീ കൃഷ്ണൻ ആ ഒരു പ്രായത്തിൽ സാധാരണ ഇന്നിപ്പോൾ ലോകത്തിൽ പലതും നടക്കുന്നുണ്ട്. 12 വയസ്സുകാരി, 10 വയസ്സുകാരി ഗർഭിണി, അത് വേറെ കാര്യം. പണ്ടൊക്കെ 7 വയസ്സായിട്ടുള്ളൊരു പുരുഷന് ഇത്തരം ചിന്തകൾ വരുമോ? 7 വയസ്സായിട്ടുള്ളൊരു കുട്ടിക്ക് കുട്ടി ചെറുക്കൻ എന്നല്ലേ നമ്മൾ പറയാ. ഒരിക്കലും പണ്ടില്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതില്ല. അത് ഈ കലിയുഗത്തിലാണ് ഇത്രയും വേഗം ഇത്തരം ചിന്തകൾ വരണതും സ്ത്രീകൾ ഋതുമതിയാവുക എന്നുള്ളതൊക്കെ വരുന്നത് കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അന്ന് ആ കുട്ടിക്ക് 7 വയസ്സായിട്ടുള്ളൊരു കുട്ടിക്ക് ഇത്തരത്തിലൊരു ചിന്താഗതി വരില്ല എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ അവർ കൃഷ്ണനെ ഈശ്വരനാണ് എന്നറിഞ്ഞ് കൃഷ്ണനെ സേവിക്കാനും കൃഷ്ണനോട് കൂടി ചെലവാക്കാനും നല്ല ഉദ്ദേശത്തിൽ വന്നു. പിന്നെ അവർ പറയണു, സർവം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് അങ്ങയെ വന്നതായ ഞങ്ങളെ തിരിച്ചയക്കരുതേ എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറഞ്ഞു, ഈ സ്വധർമ്മം എന്ന് അങ്ങ് പറയണു, അതാണ് ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കില്ല എന്നാണ് ഞങ്ങളുടെ ധർമ്മം എന്നാണല്ലോ ഇപ്പം അങ്ങ് പറഞ്ഞത്. ഈ എല്ലാ സ്വധർമ്മം അനുഷ്ഠിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വരനിലെത്താൻ. അത് വളരെ നല്ലൊരു ശ്ലോകമാണ് കേട്ടോ. ഈശ്വരനിലെത്താനാണ് നമ്മളെല്ലാം ചെയ്യണത്. എന്ത് ചെയ്തോ അതിൻ്റെയൊക്കെ ലക്ഷ്യം. എന്തിനാണ് വിവാഹം കഴിക്കണത്? ഈശ്വരനെ ഭജിക്കാൻ. അതിന് നമ്മുടെ കൂടെ നമുക്ക് പറ്റിയൊരാൾ വേണം. ആ ഉദ്ദേശം ആവണം, അല്ലെങ്കിൽ അത് തെറ്റാണ്, നമ്മുടെ കാഴ്ചപ്പാട് തെറ്റാണെന്നാണ്. നമുക്ക് ഈശ്വരനെ ഭജിക്കാനൊരു സഖി വേണം. അപ്പോൾ അതിന് അവൾക്ക് സംതൃപ്തി ഉണ്ടാവാൻ കുട്ടികൾ വേണം. എന്നിട്ട് എല്ലാവരും കൂടി എന്ത് വേണം? ഈശ്വരനെ ഭജിക്കണം. അൾട്ടിമേറ്റ് ലക്ഷ്യം എപ്പോഴും ഈശ്വര ഭജനമാണ്. അതല്ലേ എല്ലാത്തിൻ്റെയും ലക്ഷ്യം. പിന്നെ അങ്ങ് എന്തിനാണ് ഈ ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കണം എന്ന് പ്രത്യേകിച്ച് പറയണത്? ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുന്നത് ഈശ്വരനിലെത്താനാണ്. ഈശ്വരനിലേക്ക് ഡയറക്റ്റായിട്ട് എത്തുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിലൊരു സ്റ്റെപ്പ് ആവശ്യമുണ്ടോ ചോദിക്കണം. അപ്പം ഇങ്ങനെയും മൂക്ക് പിടിക്കാം, ഇങ്ങനെയും മൂക്ക് പിടിക്കാം. അങ്ങനെ പിടിക്കുന്നതല്ലേ സുഖം, ഇങ്ങനെ പിടിക്കല്ലോ. അപ്പോൾ അവരുടെ ഈശ്വരനിൽ എത്തലാണ് ലക്ഷ്യം എന്നുള്ളത് ഇനി ഇതിലധികം എങ്ങനെ വ്യക്തമാക്കുക? അതുകൊണ്ട് സർവേശ്വര, അതൊക്കെ ശുശ്രൂഷിച്ച് കാലങ്ങളെ കൊണ്ട് അങ്ങയിലെത്തുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ക്ഷമയില്ലാണ്ടായി. ഇതാ നേരിട്ട് അങ്ങയെ പ്രാപിക്കാൻ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ അതിലെവിടെ ദുരുദ്ദേശം? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം ശരി. ഭഗവാൻ ശരി വെച്ചു, അംഗീകരിച്ചു, ഒപ്പിട്ടു. അങ്ങനെ കൂടെ അവരോട് കൂടിയിട്ട് യമുനയിൽ കൂടെ നടക്കുമ്പോൾ, തീരത്ത് കൂടെ നിലാവൊക്കെ ആസ്വദിച്ച് കുളിർകാറ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് ഓരോ സ്ത്രീക്കും ആ മായ ബാധിച്ചപ്പോൾ കുറേശ്ശൊരു അഹങ്കാരം. ഇപ്പം ഈ കൃഷ്ണൻ ലേശൊരു പുരുഷൻ എന്ന ഭാവത്തിൽ നമ്മൾ ഭ്രമിച്ചിട്ടില്ലേ? ഈശ്വരനാണെന്നൊക്കെ പറയാമെന്നുള്ളൂ. എന്നോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഓരോരോ സ്ത്രീകൾക്കും ചെറുതായിട്ട് കൃഷ്ണനെ ഒരു തോന്നൽ പാടില്ല. ഒരിക്കലും അങ്ങനെ ഭഗവാനെ കണ്ടാൽ എന്താ ഉണ്ടാവുക എന്ന് കാണിക്കുകയാണ്. അങ്ങനെ എങ്ങാനും ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഭഗവാൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. കണ്ടില്ല, പിന്നെ നോക്കി തെരച്ചിലാണ്. കൃഷ്ണനെ അന്വേഷിച്ച് ആ കാട് മുഴുവൻ നടത്തി ഭഗവാൻ.
അങ്ങനെ നിങ്ങളിൽ ഭ്രമിച്ചിട്ടാണ് ഞാൻ വന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളല്ല, അതിലപ്പുറത്തെ ആൾക്കാരിൽ ഞാൻ ഭ്രമിക്കില്ല. പഠിപ്പിക്കണമല്ലോ. അങ്ങനെ അവശരായിട്ട് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടോ, അതാണ് രാധ എന്ന് നമ്മൾ പറഞ്ഞു വരണം. പേര് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നേ. അപ്പോൾ ആ സ്ത്രീ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടോ. അതിന് മുമ്പേ ഈ സ്ത്രീയുടെ കാലടികൾ ഇവർ കണ്ടു. ഭഗവാന്റെ കാലടി ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ കൃഷ്ണൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി. ശരി, അപ്പം നമ്മളൊന്നും കൃഷ്ണന് പോരാ. ആ സ്ത്രീയിലാണോ ഏറ്റവും ഇഷ്ടം? അപ്പം നമ്മളൊന്നും അത്ര കൃഷ്ണന് ഇഷ്ടപ്പെട്ടവരല്ലേ, അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ ആ കാലടിപ്പാടുകൾ ഇങ്ങനെ പിന്തുടർന്ന് പോകുമ്പോൾ കൃഷ്ണൻ്റെ കാലടി കുറച്ച് പതിഞ്ഞ് കണ്ടു, സ്ത്രീയുടെ കാലടി കണ്ടതുമില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഈ സ്ത്രീയെ എടുത്ത് കൃഷ്ണൻ നടന്നുണ്ട്. അത്ര ഇഷ്ടം അവളോടോ എന്നാണ്. കണ്ടിട്ട് ചീത്ത പറയണം. നമ്മുടെ കൃഷ്ണനെ സ്വന്തം കൊണ്ടുപോയില്ലേ. അങ്ങനെ നോക്കുമ്പോൾ ആ സ്ത്രീ ഒറ്റയ്ക്കും ഇങ്ങനെ കയ്യും കുത്തി കരയുകയാണ്. ഇതായിരിക്കണോ ആ ദുഷ്ടത്തി എന്നൊക്കെ പറഞ്ഞ് കുറേ ഭർഷിച്ച് ചീത്ത പറഞ്ഞു. എവിടെ ഞങ്ങളുടെ കൃഷ്ണനെ ഒളിപ്പിച്ച് വെച്ചിരിക്കണം, മര്യാദയ്ക്ക് കാണിച്ചു തന്നോളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് ഇവർ ചീത്ത ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ പറഞ്ഞ് ആ സ്ത്രീ ഇരുന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഞാൻ കൃഷ്ണനെ കൊണ്ടുപോയിട്ടില്ല, കൃഷ്ണനെ എന്നെയാണ് കൊണ്ടുപോയത്. പക്ഷേ ഒരു തെറ്റെനിക്ക് പറ്റി. നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്നെ കൊണ്ടുപോയപ്പോൾ എന്നെയല്ലേ കൃഷ്ണനെ ഏറ്റവും ഇഷ്ടം എന്നൊരു ചെറിയൊരു അഹങ്കാരത്തിൻ്റെ ചെറിയൊരു സ്ഫുരണം, കൂടുതലൊന്നുമില്ല. എന്നെയാണ് കൂടുതൽ ഇഷ്ടം, അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം ഭഗവാന് തോന്നി അതും ഒഴിവാക്കണം. ശരിക്കും ഇവരെല്ലാം ശുദ്ധകളും ഭക്തന്മാരുമാണ്, ഒക്കെ സ്വർണ്ണ തുല്യരാണ്. അപ്പോൾ അവരെ സ്വർണം മാറ്റിയിട്ട് എന്താക്കണം, തങ്കമാക്കണം. 100% പവൻ തങ്കമാക്കാനാണ്. അല്ലാത്ത മാഹാത്മ്യം ഇല്ലാഞ്ഞിട്ടല്ല, അതും കൂടി അങ്ങോട്ട് കളഞ്ഞ തങ്കാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ എന്ന ഭാവം ഇല്ലാതാക്കാൻ. അതെ മറഞ്ഞത്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എന്നെയാണ് കൃഷ്ണൻ കൊണ്ടുപോയത്, ഞാൻ കൃഷ്ണനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഇതെൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഇതാ എന്നെ എടുത്ത് നടക്കാൻ പറഞ്ഞു. ഞാൻ അത് തെറ്റായി എന്ന് എനിക്ക് തോന്നുന്നു. കൃഷ്ണനെ കൊണ്ട് എന്നെ ചുമപ്പിക്കാൻ പാടുമോ? അപ്പോൾ ആ അഹങ്കാരം വന്നപ്പോൾ കൃഷ്ണനെ കാണാനില്ലാണ്ട് അപ്പോൾ വീഴ്ചയിൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഗോപികളെ, നിങ്ങൾക്കൊക്കെ പരസ്പരം സങ്കടം പറയാനെങ്കിലും ആൾക്കാരുണ്ട്, എനിക്ക് ആരും ഇല്ലാണ്ട് ഈ കാട്ടിലാക്കിയിട്ട് കൃഷ്ണൻ പോയി എന്നങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ചേർന്ന് കൃഷ്ണനെ വിളിച്ചാലോ. ഭഗവാൻ പറഞ്ഞ നാരദ ഭക്തി തൂത്തത്തിലൊക്കെ ഞാൻ രാഹം വസാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേപിച്ച, യോഗികളുടെ ഹൃദയത്തിലോ വൈകുണ്ഠത്തിലോ ഞാൻ ഉണ്ടാവില്ല നാരദ. എൻ്റെ ഭക്തന്മാർ എവിടെ എന്നെപ്പറ്റി കീർത്തിക്കുന്നുണ്ടോ അവിടെ ഞാൻ ഉണ്ടാവും, 100% ഉറപ്പ്. അവിടെയാണ് ഞാൻ സദാ ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്നെ കാണില്ല, എല്ലാവർക്കും എന്നെ കാണാൻ പറ്റില്ലല്ലോ, പക്ഷെ അവിടെ ഞാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റ് ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ടന്തി നാരദ, അവിടെ ഞാൻ ഉണ്ടാവും. എന്നാൽ നമുക്കൊന്ന് പാടി നോക്കുക എന്ന് പറഞ്ഞാൽ അവർ പാടിയ 19 ശ്ലോകമാണ് ഗോപികാഗീതം. ഇത് ഭാഗവത്തിലെ വളരെ പ്രധാനപ്പെട്ട അർത്ഥവ്യാപ്തിയുള്ള പേജ് കണക്കിന് വിവരിക്കാനുള്ള ഒരു ഭാഗമാണ് 19 ശ്ലോകം. അത് നമ്മുടെ ഇഷ്ടകാര്യ സിദ്ധി, വിഘ്നം ഇല്ലാണ്ടിരിക്കില്ല, ദുഃഖം ഇല്ലാണ്ടിരിക്കില്ല, ഒക്കെ അത് വായിച്ച ദിവസം ഗോപികാഗീതം ചൊല്ലിയാൽ വിവാഹം കഴിയാത്തവർക്ക് കഴിയുന്നും ദുഃഖങ്ങളില്ലാണ്ട് ഒക്കെ ആചാര്യന്മാർ ബലശ്രുതി പറയണമെന്നാണ് ഗോപികാഗീതം. മനോഹരമായിട്ടുള്ള 19 ശ്ലോകം. ഇത് കൃഷ്ണനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവസാനം ഭഗവാൻ പ്രത്യക്ഷമായി. അവരോട് കാരുണ്യം ഉണ്ടായി. അതിന് സ്ഥിരശത്രുത ആരോടും ഇല്ലല്ലോ, ആരെയും ദുഃഖിപ്പിക്കില്ല, ഭക്തകളെ ഒന്നങ്ങനെ ഇതാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മഞ്ഞപ്പട്ടുടുത്ത് ഓടക്കോയിൽ വിളിച്ച് തുളസിമാലയൊക്കെ ധരിച്ച് മനോഹരമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ നോട്ടത്തിനാ പ്രശ്നം വന്നാൽ ഞാൻ എവിടെ പോകാനാ, ഇപ്പം നിങ്ങളുടെ മനസ്സും ദൃഷ്ടിയും ശരിയായപ്പോൾ ഇതാ എന്നെ കാണുന്നില്ലേ എന്നും പറഞ്ഞ് പുഞ്ചിരി തൂകി ഭഗവാൻ അവിടെ നിന്നപ്പോൾ ഇവർ കുറേയൊക്കെ പരിഭവം പറയണതായിട്ടുണ്ട്. കൃഷ്ണ, ഈ സ്നേഹം എത്ര തരത്തിലുണ്ട്? 3 തരത്തിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. കൃഷ്ണയെ കളിയാക്കുകയാണ്.